എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡൽഹിക്കാരൻ മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്ന ഡൽഹിയിലെ ഒരു കോസ്മെറ്റിക് ഷോപ്പാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. അവരുടെ കുറച്ച് പുതിയ കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പല റേറ്റും കാര്യങ്ങളും ഒക്കെ ജെന്യുവൻ ആയിട്ടുള്ള റേറ്റാണ്. എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന റേറ്റ് ഇവിടെ വന്ന് എടുക്കുമ്പോൾ ഈ റേറ്റ് ആണോ, അതോ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ റേറ്റ് ആണോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ ഡൽഹിക്കാരൻ മലയാളിയിൽ കാണിക്കുന്ന എല്ലാ വീഡിയോസും ജെന്യുവൻ ആയിട്ടുള്ള സെല്ലേഴ്സിനെ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതാർക്കും എന്താ പറയണ്ടേ, വീഡിയോയിൽ കാണിക്കുന്ന ഒരു റേറ്റ്, പിന്നെ നമ്മളത് സാധനം മേടിക്കാൻ പറ്റും വേറൊരു റേറ്റ്, അങ്ങനത്തെ ഒരു സംശയമോ കാര്യങ്ങളൊന്നും ആർക്കും തോന്നേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ആൾറെഡി കാണിച്ചൊരു കോസ്മെറ്റിക് ഷോപ്പിന്റെ രണ്ടാമത്തെ ഒരു പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെ വിലകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോൾ വഴിയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ സാധനങ്ങൾ മേടിച്ച് ഇവിടുന്ന് കറക്റ്റായിട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇത് വെറും 3 രൂപയുടെ ക്ലിപ്പാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ തലയിൽ വെക്കുന്ന രീതിയിലുള്ള 3 രൂപയുടെ ക്ലിപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഇത് വന്നിട്ട് 48 രൂപയാണ് ഇതിൻ്റെ ഒരു ഡസൻ്റെ റേറ്റ് വരുന്നത്. 4 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. എന്ത് നല്ല അടിപൊളി ഡിസൈനാണെന്ന് നോക്കി. 4 രൂപയുടെ ക്ലിപ്പാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും 4 രൂപ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലിപ്സാണ്. എന്നാൽ സ്റ്റീലിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. ഇത് വെറും 4 രൂപ 50 പൈസയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് വെറും 6 രൂപയുടെ വിലയുള്ള ഹെയർ പിന്നുകളാണ് കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. പീസിന് വന്നിട്ട് 6 രൂപയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ക്ലിപ്പുകളൊക്കെ വെറും 6 രൂപയാണ് വരുന്നത്. 6 രൂപ 50 പൈസ. 6 രൂപയല്ല, 6 രൂപ 50 പൈസയാണ് ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ക്ലിപ്പുകൾ വരുന്നത്. ഇതിന് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു സിംഗിൾ പീസാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ വന്നിട്ട് വെറും 7 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലുള്ളൊരു പീസാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ബോക്സിനകത്ത് 72 പേര് കാണും കേട്ടോ. 72 പേരടങ്ങുന്ന ഈ ഒരു ബോക്സ് വെറും 90 രൂപ മാത്രമേ ഉള്ളൂ. $144 പേര് അടങ്ങുന്ന ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വരുന്നത് വെറും 180 രൂപയാണ് കേട്ടോ. ഇങ്ങനത്തെ കല്ലുകൾ വെച്ചിട്ടുള്ള സ്റ്റഡുകളാണ് വരുന്നത്. ഇയറിങ്സിൻ്റെ പെയർസ് കാര്യങ്ങളൊക്കെ 2 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ വരുന്നത് 5 രൂപയാണ് കേട്ടോ ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെയൊക്കെ സ്റ്റഡുകൾ വരുന്നത് വെറും 4 രൂപ 50 പൈസയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ 144 പേര് വരുന്ന ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് വരുന്ന 300 രൂപയാണ് കേട്ടോ. ഇങ്ങനത്തെ വലിയ സൈസ് ജിമിക്കികളൊക്കെ വരുന്നത് 15 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത്. വെറും 15 രൂപയുടെ ജിമിക്കിയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇങ്ങനത്തെ പെയറൊക്കെ വരുന്നത് വെറും 15 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇങ്ങനത്തെ ജിമിക്കി ടൈപ്പ് കമ്മലുകളൊക്കെ വരുന്നത് വെറും 30 രൂപയാണ് കേട്ടോ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ 4 രൂപ മാത്രം വില വരുന്ന നെയിൽ പോളിഷുകളാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബോക്സ് വരുന്നത്. 36 പീസ് വരുന്ന ഈ ഒരു ക്യൂടെക്സിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. 36 പീസ് അടങ്ങുന്ന ഈ ഒരു നെയിൽ പോളിഷിൻ്റെ റേറ്റ് വരുന്നത് വെറും 250 രൂപയാണ്. ഇങ്ങനെ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള നെയിൽ പോളിഷുകൾ വരുന്നത് ഒരു പീസിന് വെറും 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതെല്ലാം 18 രൂപ റേഞ്ച് വരുന്ന നെയിൽ പോളിഷാണ്. ഇതെല്ലാം 20 രൂപ റേഞ്ച് വരുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നെയിൽ പോളിഷാണ് കേട്ടോ. ഇത് അവലോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെയിൽ പോളിഷാണ് കേട്ടോ. ഇതിന് 99 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇവിടുത്തെ വന്നിട്ട് വെറും 20 രൂപയുള്ളൂ കേട്ടോ.
ഇതൊക്കെ വെറും 3 രൂപ വിലയുള്ള ലിപ്സ്റ്റിക്കുകളാണ്. ഇതിൽ 4 രൂപ 50 പൈസ വരുന്ന വേറൊരു മോഡൽ. ഇത് 7 രൂപ 50 പൈസ വിലയുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് 15 രൂപ വില വരുന്ന ലിപ്സ്റ്റിക്കാണ്. $20 രൂപ വില വരുന്ന ലിപ്സ്റ്റിക്കുകളാണ്, വെറും 20 രൂപ കേട്ടോ. ഇതെല്ലാം 30 രൂപ വില വരുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികൾ അവരുടെ കയ്യിലുണ്ട്. $30 വരുന്ന മറ്റൊരു ഡിസൈനാണ്. നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു എന്താ പറയുക കമനീയമായ ഒരു ശേഖരമാണ് ഇവരുടെ കയ്യിലുള്ളത്. വാവ്, നോക്കിയേ, ഒരാൾക്ക് ഗിഫ്റ്റ്, ഒരു പെൺകുട്ടിയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് 35 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 40 രൂപ വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ എൻ്റെ പാക്കിങ്. $55 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 55 രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി പ്രീമിയം ആയിട്ടുള്ള രീതിയിലുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ വെക്കാം. 12 പീസ് അടങ്ങുന്ന ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ലിക്വിഡ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഇത് 150 രൂപയുടെ ബോക്സാണ്. 12 പീസ് അടങ്ങുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് 150 രൂപ വരുന്ന പാക്കിംഗ് ആണ്. ഇത് വേറൊരു ഡിസൈനാണ്, സെയിം കമ്പനിയുടെ തന്നെയാണ്. 24 മണിക്കൂർ ഗ്യാരണ്ടി ഉള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 24 രൂപയാണ് റേറ്റ് വരുന്നത്. 149 രൂപ MRP ഉള്ള ഈ ആവലോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ഇവിടെ വരുന്ന വെറും 35 രൂപയ്ക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇത് 35 രൂപയ്ക്ക് ഡബിൾ സൈഡ് വരുന്നത്, ഒരു സൈഡ് ലിക്വിഡും ഒരു സൈഡ് മാറ്റും വരുന്ന ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്കാണ്. 3 രൂപ 50 പൈസയുള്ള ലിക്വിഡ് സിന്ദൂരമാണ് കേട്ടോ. ഇത് 4 രൂപ 50 പൈസ വരുന്ന ലിക്വിഡ് ടൈപ്പ് സിന്ദൂരമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. പൗഡർ ടൈപ്പ് സിന്ദൂരമാണ് കേട്ടോ. 2 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ കാണുന്ന നമ്മൾ 5 രൂപയുടെ റേറ്റുള്ള സിന്ദൂരമുണ്ട്. 5 രൂപയുടെ പൗഡറാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് വരുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു വെറൈറ്റി ഡിസൈനാണ്. 5 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൈനറും മസ്കാരയാണ് കേട്ടോ. ഇത് വന്നിട്ട് 7 രൂപ 50 പൈസയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ് 7 രൂപ 50 പൈസയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൈനറും ഉണ്ട്, മസ്കാരയുണ്ട് കേട്ടോ. 20 രൂപ റേഞ്ച് വരുന്ന ഐലൈനറാണ് കേട്ടോ. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിലുള്ള പാക്കിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വെറും 20 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പുറത്ത് റേറ്റ് ഇട്ടിരിക്കുന്നത് 49 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വന്നിട്ട് 20 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ ചെയ്യുന്ന ക്രീമാണ്. ഇതിൻ്റെ വന്നിട്ട് 25 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 199 രൂപ വിലയുള്ള ഫൗണ്ടേഷൻ ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 199 രൂപയാണ് ഇതിൻ്റെ MRP റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 45 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് 100 പീസ് റിബൺസ് വരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് വെറും 60 രൂപയാണ്. 60 പൈസ റേറ്റിലുള്ള റിബണാണ്. ഇവരുടെ കയ്യിൽ ഈ 60 പൈസയുടെ റിബൺ മാത്രമല്ല, പല പല ഡിസൈൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് 1 രൂപ 2 രൂപ 3 രൂപ അങ്ങനത്തെ റേഞ്ചുകളുള്ള ഒരുപാട് റിബൺസും കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. റിബണിൻ്റെ തന്നെ ഒരുപാട് ശേഖരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. റിബണിൻ്റെ വെറൈറ്റി ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് വെറും 60 പൈസയാണ്. 60 പൈസയുടെ റിബൺ എന്നാണ് 100 പീസ് അടങ്ങുന്ന ഈ ഒരു കവറിൻ്റെ റേറ്റ് വരുന്നത്. വെറും ബസാറിൽ വരുമ്പോൾ നമ്മളിപ്പോൾ റിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഓട്ടോറിക്ഷ വന്ന് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ വന്ന് പൊതിയുന്നത് ഇവിടെ ഒരുപാട് ഏജന്റുമാരാണ്. ഒരുപാട് എന്താ പറയുക വിസിറ്റിംഗ് കാർഡുകളുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് ആദ്യം നമ്മൾ കാണുന്ന കുറേ ഏജന്റുമാരായിരിക്കും. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിസിറ്റിംഗ് കാർഡോ കാര്യങ്ങളോ ഒന്നും മേടിച്ച് നിങ്ങൾ ഈ ഷോപ്പുകളിൽ വരരുത്. കാരണം അവരെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു ലാഭവിഹിതം അവർക്ക് നിങ്ങൾ അറിയാതെ തന്നെ അവരിലോട്ട് എത്തും. എന്ന് വെച്ചാൽ കടക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ കെയർ ഓഫിലാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള വ്യാജേനയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സദർ ബസാറിൽ വരുന്ന ഒരാൾക്കാർ ഒരിക്കലും ഈ ഏജന്റുമാരുടെ കയ്യിലോ ഒന്നും പെടാതെ ഡയറക്റ്റ് ഷോപ്പിലിട്ട് വരിക, ഡയറക്റ്റ് അതിൻ്റെ ഓണേഴ്സുമായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട ലാഭം നിങ്ങളുടെ സാധനങ്ങളിലൂടെ നിങ്ങൾ ആ ലാഭം വാങ്ങിച്ച് തന്നെ പോകണം. അല്ല നമ്മൾ ഏജന്റ് ത്രൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. നഷ്ടം എന്ന് പറയാനും പറ്റില്ല, എന്നാലും നമുക്ക് കിട്ടേണ്ട ലാഭം നമുക്ക് ലഭിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സദർ ബസാറിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഏജന്റിന്റെ കയ്യിൽ വന്ന് പെടരുത്. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ വരിക. അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവരെ വിളിക്കുക. എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്.
അഥവാ ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു വീഡിയോ കോളിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീഡിയോ കോൾ ചെയ്തൊരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, അഫോർഡബിൾ ആയിട്ട് തോന്നുവാണ്, എല്ലാം ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിച്ച് സാധനങ്ങൾ മേടിക്കാം. ആൾ ജെനുവിനാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതുവരെയായിട്ടും ഒരു 7-8 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൃത്യസമയത്ത് കറക്റ്റായിട്ട് ഡെലിവറിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതും ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ആള് നമുക്ക് വിശ്വസിക്കാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ പ്രോഡക്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഓക്കെയാണ്, ക്വാളിറ്റി സൈഡ് നോക്കുവാണെങ്കിൽ ഓക്കെയാണ്, ഡെലിവറി സൈഡ് നോക്കുവാണെങ്കിൽ ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ദയവേത് ഏജന്റുമാരുടെ കൈകളിൽ ചെന്ന് ചാടരുത്. ഏജന്റുമാരുടെ കൈകളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ട വിഹിതം, നമുക്ക് കിട്ടേണ്ട ലാഭത്തിൻ്റെ ഒരു വിഹിതം അവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ. Sorry, it's DJ.